ഹായ്, നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന മോഡലിന് നമ്മൾ മെഷീനിൽ തന്നെ ലോക്കൽ മെഷീനിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക റൺ ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റലേഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ആക്ച്വലി ഡീപ് സീക്ക് R1 അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ആക്ച്വലി അത്ര ട്രെൻഡിങ് ആകുന്നത് എന്നുള്ളത്. So if you look at this benchmarking data, example AI performance benchmarking ആണ് ഇതൊരു PhD ലെവൽ സയൻസ് ക്വസ്റ്റ്യനിൽ യു ക്യാൻ സീ ഹിയർ ഓരോ മോഡൽസും എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ 70 എന്ന് പറയുന്നതാണ് ഒരു എക്സ്പേർട്ട് ഹ്യൂമൻ ലെവൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡീപ് സീക്ക് R1 നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എബോ ഓൺ മിനി, അതായത് ഓപ്പൺ എഐയുടെ ഓൺ മിനിയുടെക്കാട്ടും ആക്ച്വലി ടോപ്പിലാണ്. ഈവൻ ഇഫ് യു ഗോ ഇൻ ടു എന്താ പറയുക ഡേറ്റ ആക്യുറസിയിൽ നോക്കിക്കഴിഞ്ഞാലും ഡീപ് സീക്ക് R1 ഇസ് ആക്ച്വലി ലീഡിംഗ് ദ ബോർഡ്. ആൻഡ് ഈവൻ ഇഫ് യു ചെക്ക് ഇൻ ടു ഇപ്പം മാത്ത് ലെവൽ 5 നോക്കിക്കഴിഞ്ഞാലും AI പെർഫോമൻസ് ഇറ്റ്സ് ബേസിക്കലി ലുക്കിംഗ് ഇൻ ടു ഹൈസ്കൂൾ ഒരു മാത്ത് ലെവൽ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ R1 മിനി ആക്ച്വലി ഇറ്റ്സ് അറ്റ് പാർ അല്ലെങ്കിൽ ഇറ്റ്സ് എബോ ഓൺ മിനി എന്ന് പറയാം. സോ റിലീസ് ആയതിൽ ഇപ്പോൾ ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന ഒരു പവർഫുൾ റീസണിങ് മോഡലാണ്. ഇനി സെക്കൻഡ് നിങ്ങൾ ഇതിന്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ O1 എന്ന് പറയുന്ന ഓപ്പൺ എഐയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $60 ആണ് 1 മില്യൺ ഔട്ട്പുട്ട് ടോക്കൺ വരുന്നത്. ആ സെയിം സ്ഥലത്ത് ഡീപ് സീക്ക് R1 വരുന്നത് $2.19 ആണ്. സോ ഇത് ലോക്കലി ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത് റൺ ചെയ്യുകയാണെങ്കിൽ യു ഡോണ്ട് നീഡ് ടു പേ എനിത്തിങ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻ ഓപ്പൺ സോഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം, API കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആക്ച്വലി നമുക്ക് AWS EC2 നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു LLM-ഉം റീസണിംഗ് മോഡൽ തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ആക്ച്വലി ഹൗ മെനി ടൈംസ് ഡസ് ദി ലെറ്റർ E അപ്പിയർ ഇൻ എക്സ്പീരിയൻസ് ആക്ച്വലി ഉള്ളതെന്ന് പറഞ്ഞാൽ 1 2 3 4 ടൈം ആണ്, റൈറ്റ്? സോ ഐ എം ആസ്കിംഗ് ദിസ് ടു എ LLM. സോ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ദ ലെറ്റർ E അപ്പിയേഴ്സ് 3 ടൈംസ് ഇൻ ദി വേർഡ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ബട്ട് ഇറ്റ് ഇസ് റോങ്, റൈറ്റ്? സോ ഇഫ് ഐ എം ആക്ച്വലി ഗോയിങ് ടു ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ ടു O1, അതായത് റീസണിംഗ് മോഡലാണ്. ഓക്കെ, ലെറ്റ്സ് സീ. So you can see here the way how it is actually processing is different, right? Reasoning ആണ്. Then I'm examining the word experience, focusing on letter E by tallying each occurrence. So you can see here the first letter, it is going step by step. The first letter, then fourth letter, then seventh, then 10th. So E appear 4 times in experience. So ഈ ഒരു ചെറിയൊരു എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും LLM എവിടെയാണ് ആക്ച്വലി ലാഗ് ആകുന്നത് എന്നുള്ളതും റീസണിംഗ് മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും റീസണിംഗ് മോഡലിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. നൗ ഗോയിങ് ടു ഡീപ് സീക്ക്. നൗ എങ്ങനെയാണ് ഈ ഡീപ് സീക്ക് നമുക്ക് ആക്ച്വലി മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഗോ ടു ഒലാമ. ഓക്കെ, olama.com പോയി കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഫസ്റ്റ് ഡൗൺലോഡ് ഒലാമ. സി ഡൗൺലോഡ് ഒലാമ കൊടുക്കുമ്പോൾ യു നീഡ് ടു ചൂസ് വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസിങ്, മാക് ആണ്, ലിനക്സ് ആണോ, വിൻഡോസ് ആണോ എന്നുള്ളത്. സോ ഡൗൺലോഡ് ഫോർ മാക് കൊടുത്തു കഴിഞ്ഞാൽ സോ വൺസ് ആക്ച്വലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ it will actually start running the application, right? So I'm going to download this. Just installation steps process ചെയ്യുക. Then you can actually go over here. Then install the command line olama. So first നമ്മൾ olama ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. So ഇതിനെ കോപ്പി ചെയ്യുക, നിങ്ങളുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് വിൻഡോ ഓർ മാക്, യു ക്യാൻ ഫോളോ ദി പ്രോസസ്. ഇതിൽ റൺ ചെയ്യുക. ഓക്കെ, വൺസ് ആക്ച്വലി ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ യു നീഡ് ഗോ ടു ദി മോഡൽസ്. ഓക്കെ, മോഡൽസിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സീ ഡീപ് സീക്ക് R1 ഹിയർ. അതർവൈസ് യു ക്യാൻ സെർച്ച് ഡീപ് സീക്ക് R1 തന്നെ യു ക്യാൻ ആക്ച്വലി സീ ഹിയർ 1.5 ബില്യൺ പാരാമീറ്റേഴ്സ് ഉണ്ട്, 7 ബില്യൺ പാരാമീറ്റേഴ്സ് ഉണ്ട്, then 671 ഉണ്ട്. സോ വി ക്യാൻ ഗോ ഫോർ ദി 7 ബില്യൺ പാരാമീറ്റേഴ്സ്. ഓക്കെ, ഏത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചൂസ് ദി 7 ബില്യൺ. സോ നൗ യു ക്യാൻ സീ ദിസ് കമാൻഡ് ഹിയർ, olama run deep seek R1 7B. Okay, now you can actually copy this command line. ടെർമിനലിൽ പോവുക, ടെർമിനലിൽ ഇത് റൺ ചെയ്യുക. ഇത് റൺ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ബിക്കോസ് 4.6 GB അടുത്ത് ആക്ച്വലി ഡേറ്റ ഉണ്ട്. ഇത് ഡൗൺലോഡ് ആകും, ഇറ്റ് വിൽ ആക്ച്വലി റൺ. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെഷീനിൽ ഡീപ് സീക്ക് R1 ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഓക്കെ, നൗ ആക്ച്വലി ഒലാമ ഇൻസ്റ്റാൾ ആയതിനു ശേഷം വാട്ട് യു നീഡ് ടു ഡു ഇസ് ആക്ച്വലി run olama run deep seek R1 7B എന്ന് പറയുന്ന കമാൻഡ് ലൈൻ യു ക്യാൻ ആക്ച്വലി എൻ്റർ. ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദിസ് യുവർ മോഡൽ ഈസ് ആക്ച്വലി ലോഡിംഗ് ബിഹൈൻഡ്. സോ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു നോർമൽ മെഷീനിൽ ഇത് റൺ ചെയ്യുമ്പോൾ കുറച്ച് ലാഗി ആയിട്ട് ഫീൽ ചെയ്യും, ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്, മെഷീൻ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് GPU കപ്പാസിറ്റി ഉള്ള മെഷീൻ ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ച്വലി റൺ പെർഫെക്റ്റ്ലി ഫൈൻ, ദർ ഇസ് നോ ഇഷ്യൂസ്. ഇപ്പോൾ ഗെയിമിംഗ് മെഷീനിലൊക്കെ ഞാൻ ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി വർക്കിംഗ് റിയലി വെൽ. നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് AWS ആണ്. AWS അല്ലാതെ ഒത്തിരി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് ആക്ച്വലി ഈ ഡീപ് സീക്ക് ഹോസ്റ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. അതും വളരെ ഈസി സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ് ആണ്. ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. യു ക്യാൻ ഈസിലി ഹോസ്റ്റ് ഒരു വിർച്വൽ മെഷീനിൽ നിങ്ങൾക്ക് ഡീപ് സീക്കിന് ആക്ച്വലി അവിടെ ലോഡ് ചെയ്യാൻ പറ്റും. അതിന്റെ മുകളിൽ ഇപ്പം നിങ്ങളുടെ കണ്ടന്റ് ആയ PDFs അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കമ്പനിയുടെ ഓൺ നോളജ് ബേസോ വാട്ട് എവർ യു വോണ്ട് ടു ഫീഡ് ഇറ്റ്, യു ക്യാൻ ഈസിലി ഫീഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ AI റിലേറ്റഡ് ട്യൂട്ടോറിയൽസ് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.